ലോകം ഭയക്കുക അല്ലെങ്കിൽ ലോകം ഞെട്ടുക എന്നൊക്കെ പല പത്രങ്ങളിൽ വരാറുണ്ട്, ചാനലുകളിൽ വരാറുണ്ട്, പല മീഡിയയിലൊക്കെ വരാറുണ്ട്. ആൾക്കാർ പറയും ലോകം ഞെട്ടി എന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ലോകം അടുത്ത സമയത്ത് വലിയ ഞെട്ടലുണ്ടായത്, അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ഇടുന്നതിനേക്കാളും 4 ഇരട്ടി ഞെട്ടലുണ്ടായത് അമേരിക്ക വെനസ്വേലിയൻ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടുന്ന് പിടിക്കുന്നു, അവരെ നേരെ ന്യൂയോർക്കിലോട്ട് കൊണ്ടുപോകുന്നു. വെനസ്വേല അത്ര മോശമായ രാജ്യമൊന്നുമല്ല. 3 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യം. കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു കമ്മ്യൂണിസം, അതായത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സൗത്ത് അമേരിക്കൻ ആ ഭാഗത്തായിട്ട് ലോകത്ത് അവശേഷിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വെനസ്വേല. ഹൂഗോ ഷാവസ് 2013 അദ്ദേഹം ക്യാൻസർ ബാധിതനായിട്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വൈസ് പ്രസിഡന്റും ആയിരുന്ന ഈ പറയുന്ന നിക്കോളാസ് മഡുറോ അയാളെ പ്രസിഡന്റായിട്ട് പറയുന്നു. ഈ പറയുന്ന നിക്കോളാസ് മഡുറോ എന്ന് പറയുന്ന ആളെ പറ്റി പറയുവാണ് ഡിക്റ്റേറ്ററാണ്. അയാൾ ക്ലെയിം ചെയ്യുന്ന ചെറിയൊരു ഭൂരിപക്ഷമാണ്, ആ ഭൂരിപക്ഷമൊന്നുമില്ല. അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അയാൾക്കെതിരാണ്. ആ രാജ്യത്തിൻ്റെ എക്കോണമി നാശക്കോടാലിയാണ്. അതിന് ഏറ്റവും പ്രത്യേകത മനസ്സിലാക്കണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ, സൗദി അറേബ്യയെക്കാളും കൂടുതൽ ഓയിൽ റിച്ചും ഗ്യാസ് റിച്ചുമാണ് ആ രാജ്യം. അതാണ് അതിൻ്റെ പ്രാധാന്യം. അമേരിക്കൻ ചാർജസ് നോക്കുക. അതായത് ഈ രാജ്യം നാർക്കോട്ടിക്സ്, അതേപോലെ തന്നെ ഫെൻറ്റോയിൽ, ഈ സംഭവം അമേരിക്കയിലോട്ട് കടത്തുന്നു. അതിന് അവിടുത്തെ പ്രസിഡന്റ് കൂട്ടുനിൽക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 1-2 ദിവസം കൊണ്ടോ 1-2 മാസം കൊണ്ടുണ്ടായ ഒരു ഓപ്പറേഷൻ ഒന്നുമല്ല. ഇത് CIA, അമേരിക്കൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി നടത്തിയ ഒരു, നിങ്ങളിപ്പോൾ ട്രംപ് വന്ന ശേഷം അല്ല, അത് കറക്റ്റ് അല്ല. ഈ ഓപ്പറേഷന്റെ പ്ലാൻ നേരത്തെ തന്നെ അമേരിക്ക പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ഭാഗത്ത് അമേരിക്ക പറഞ്ഞു നാർക്കോട്ടിക്സ്, മറ്റൊന്ന് അമേരിക്കൻ ടെററിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്രൂഡ് ഓയിൽ വെനസ്വേല അടിച്ചു മാറ്റുന്നു. ഇതാണ് പറയുന്നത്. അതിൻ്റെ അത് 2-3 അറിയാൻ ചിലയിടത്ത് പോയി അമേരിക്ക ബോംബ് ചെയ്തു. അതേപോലെ അവരുടെ ഷിപ്മെൻറ്റും കണ്ടെയ്നർ ഷിപ്പും മറ്റ് പല ഭാഗത്തൂടെ പോയപ്പോഴും ഷാഡോ വെസൽസ്, അവരുടെ ക്രൂഡ് പലയിടത്തൂടെ പോയി മറ്റ് ഷാഡോ രീതിയിൽ പോയപ്പോൾ അവിടെ കൊണ്ട് ബോംബ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തടയുന്നു. ചില ഷിപ്മെൻറ്റുകൾ അവർ പിടിച്ചെടുക്കുന്നു. ഇതൊരു പ്രോസസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോ ബൈഡൻ അതിന് മുതിരാതിരുന്നതിൻ്റെ കാരണം ഗ്ലോബലായിട്ടുള്ള പ്രഷർ. പക്ഷെ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ട്രംപ് ഇത് ചെയ്തത്? നോർമൽ ചോദ്യമാണ്. എന്തുകൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് ഇത് ചെയ്തു? ഒരു കാര്യം പറയാം. ഇന്ത്യ ഉദ്ദേശിക്കുന്ന മൾട്ടി പോളാർ ലോകമാണ്. അതായത് ഒരു രാജ്യം മാത്രമല്ല ലോകത്തിൻ്റെ പോലീസും, മറ്റു പല രാജ്യങ്ങളും അവരവരുടെ രീതിയിൽ തീരുമാനമെടുക്കുക. പക്ഷെ അമേരിക്കയ്ക്ക് അതും താല്പര്യമൊന്നുമില്ല. ലോകമെന്ന് പറയുന്ന യൂണിപോളാർ അമേരിക്ക തീരുമാനിക്കും. അവിടെയാണ് ചോദ്യത്തിന് പ്രസക്തി. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ ഒരു സന്ദർഭത്തിൽ ഇത് ചെയ്തത്? കാരണം റഷ്യ എന്ന് പറഞ്ഞ രാജ്യം അതിൻ്റെ പവർ ഇല്ലാതായി. ചൈന ഒരു പവറാക്കി കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല. ലോകത്ത് ഇത് അറിഞ്ഞിട്ട് 2 രാജ്യങ്ങൾ മാത്രമേ പ്രതിഷേധം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ചൈനയും ഒന്ന് റഷ്യയും. റഷ്യക്ക് ഒരു രാജ്യത്തോട്ട് ആംസുമായിട്ട് പോയി അഗ്രഷൻ നടത്തി എന്നാണ് റഷ്യ പറയുന്നത്. അവർക്കത് പറയാനുള്ള യോഗ്യത എന്തുള്ളത്? അവർ ഉക്രൈനിൽ ചെയ്ത പരിപാടിയില്ലേ? അതായത് മനസ്സിലാക്കുക, ഒരു സെക്കൻഡ് പവർ, രണ്ടാമത്തെ ഒരു ശക്തി ലോകത്ത് ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ഇത് ചെയ്തത്. അല്ലെങ്കിൽ ചെയ്തില്ലായിരുന്നു. റഷ്യ ഒരു സൂപ്പർ ഡൂപ്പർ പവറായിട്ട് നിലനിൽക്കുകയായിരുന്നുവെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളൊന്നും നടക്കത്തില്ല. അതാണ് അതിൻ്റെ കാരണം റഷ്യ എൻഗേജ്ഡായി. ഏകദേശം 4 ലക്ഷത്തോളം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയും
അത്രയും പേര് തന്നെ സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡ് ആവുകയും ചെയ്തു. റഷ്യ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ പ്രത്യേകത നമ്മൾ ഈ പറയുമ്പോൾ അത് ഗ്രാജുവലായിട്ട് അത് ഇല്ലാതായി. അതുകൊണ്ടാണ് അമേരിക്ക ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു രാജ്യം ഏകദേശം 3 കോടിയോളമുള്ള ഒരു രാജ്യം, ഇപ്പൊ ഏത് രാജ്യമാകട്ടെ, അവിടെ അവർക്ക് അവരുടേതായ ഒരു പ്രസിഡന്റ് ഉണ്ട്, അവർക്ക് ഇതുണ്ട്. പക്ഷേ ഡിക്റ്റേറ്ററോ അതൊക്കെ രണ്ടാമത്തെ കാര്യം. അതൊക്കെ അവരുടെ രാജ്യങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ രാജ്യങ്ങളാണ് തീരുമാനിക്കുക, അവിടെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവിടെ ഒരു ഫോഴ്സിനെ പറഞ്ഞു വിടുന്നു. ഒരു ഒറ്റ മണിക്കൂറാണ് ഓപ്പറേഷൻ നീണ്ടു നിന്നത്. ആദ്യം പോയി പലയിടത്തും പോയി ബോംബ് ചെയ്തു. അതിനുശേഷം അവിടെ അമേരിക്കൻ ഫോഴ്സ്, അത് ഡെൽറ്റ എലൈറ്റ് ഫോഴ്സ്, അവിടെ അവരവർ ലാൻഡ് ചെയ്യുന്നു, അവർ പോയി ക്യാപ്ചർ ചെയ്യുന്നു. ഇതിനകത്ത് ഉറപ്പായിട്ടും നിക്കോളാസ് മഡുറോ അയാളുടെ കൂടെയുള്ള ആൾക്കാർ അയാളെ ഒറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലും നടക്കത്തൊന്നുമില്ല. വലിയ ഈ പറയുന്ന പോലെ സിമ്പിളൊന്നുമല്ല. എന്നിട്ട് അയാളെ ആ രാജ്യത്ത് പോലും അല്ല ട്രയലിന് കൊടുക്കുന്നത്, അമേരിക്കയിലോട്ട് കൊണ്ടുവരികയാണ് ട്രയൽ അതായത് ചാർജ് കൊടുത്തിട്ട് അമേരിക്കയിലെ ന്യൂയോർക്ക് കോടതിയിൽ കൊണ്ടുവന്ന് അയാളുടെ ഭാര്യയ്ക്കെതിരെ പ്രൊസീഡിങ്സ് നടക്കുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കക്ക് ഗ്ലോബൽ പോലീസ് എന്നും എന്തുകൊണ്ടാണിത് പറയുന്നതിൻ്റെ കാരണത്തിൻ്റെ ഏറ്റവും പ്രസക്തമായൊരു സംഭവം ഇത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ പല ആവർത്തി പറഞ്ഞ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം, പുടിൻ അവസാനം ആ രാജ്യത്തെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉക്രൈനുമായിട്ടുള്ള വാറിൽ ഗ്ലോബലായിട്ട് റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരു നോ എന്ന് പറയാൻ അവർക്ക് പറ്റാതായി. കാരണം പവർ ഇല്ലാതായി. കാരണം മിലിറ്ററി പവറാണ് ഏറ്റവും പ്രധാന, സാമ്പത്തിക പവർ അല്ല. മിലിറ്ററി പവർ അമേരിക്കയുടെ ഗ്ലോബലായിട്ട് ഇങ്ങനെ വൈഡായിട്ട് ഒരു വല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള ഒരു രാജ്യത്തെ അവർ പല രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു. അവരുടെ അലയൻസ് പാർട്ട്നേഴ്സിൻ്റെ അവിടെ അവരുടെ ബേസുകൾ ഉപയോഗിക്കുന്നു. അവരവിടെ കയറി ഒരു രാജ്യത്തു നിന്ന് ഒരു പ്രസിഡന്റിനെയും ഭാര്യയും പൊക്കിയെടുത്തുകൊണ്ട് അവരുടെ രാജ്യത്തോട്ട് കൊണ്ടുപോയി. ഇതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അതാണ് ഞാൻ പറഞ്ഞ യൂണിപോളാർ. ഒരു രാജ്യം തീരുമാനിക്കുകയാണ്, അവർ ചെയ്യും, അവരതങ്ങ് ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല. എവിടെ പോയി യുണൈറ്റഡ് നേഷൻ? ഒന്നുമല്ലാതായിപ്പോയി. അവർക്കൊരു സേ ഇല്ല. ഇതാണ് അതിൻ്റെ, അതായത് അമേരിക്ക എന്ത് പറഞ്ഞു അവരത് നടത്തും. ഇതാണ് ഞാൻ പല ആവർത്തി അമേരിക്കൻ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഉണ്ടായ പ്രശ്നം. എങ്ങനെയാണ് അമേരിക്കയുമായിട്ട് പോകുന്നത്? ഉടക്കി പോകരുത്. ഇന്ത്യ കയറി ചെയ്യുന്ന കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു. അവർക്കത് പലതും ചെയ്യാൻ പറ്റും. ആ ലോകം അങ്ങനെ അവരങ്ങ് മാറ്റിയെടുത്തു. അതാണ് അതിൻ്റെ പ്രാധാന്യം. അല്ലെങ്കിൽ ഇറാനെ കയറി അടിക്കുന്നു, നാശമാക്കുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കുക, അതിനെ തൊലച്ച് നാശമാക്കി കൊടുത്ത വാണിംഗ് നിങ്ങൾ നോക്കുക. ഇനി അവിടെ 2 ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് കേൾക്കുക, ഇനി പ്രതിഷേധക്കാരെ നിങ്ങൾ ഫയർ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇടപെടും. അതായത് ഞങ്ങൾ ലോക്ക്ഡ് ആൻഡ് റീലോഡഡ്, ഞങ്ങൾ ഏത് സമയം ഇടപെടും. അപ്പം ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്തുവാ ലോകത്തിന്? അതായത് ലോകത്ത് ഒരു രാജ്യങ്ങൾ, ചൈനയോ അതേപോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ഉള്ള മറ്റുള്ള രാജ്യങ്ങളൊന്നും സ്റ്റേബിളല്ല. ഇന്ത്യയിലെ ഒരു കളിക്കും. ഇന്ത്യയിൽ ഈ പറയുന്ന മീഡിയയിൽ അർണബ് ഗോസ്വാമി ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കണം. പ്രധാനമായിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുക. RSSനകത്ത് പെനട്രേറ്റ് ചെയ്യും, ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ സംഭവം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ആൾക്കാർ ഇപ്പോഴേ മോദിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കത്തില്ല. എന്തിനാ പെട്ടെന്ന് BJPക്ക് ഒരു പ്രശ്നമുണ്ട്? എന്ത് കാര്യമാണ്? എങ്ങനെയാ സോറൻ മംതാനിയുടെ ഇഷ്യൂ കയറി വരുന്നത്? പെട്ടെന്ന് എങ്ങനെ ഉമർ ഖാലിദിന്റെ ഇഷ്യൂ കയറി വരുന്നത്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിലായിട്ട് പറയാം. ഏത് കാര്യം പറയാം കൃത്യമായിട്ട്.
അമേരിക്ക ലോകത്തിലെ സൂപ്പർ ഡൂപ്പർ പവറാണ്, മിലിറ്ററി മൈറ്റി പവറാണ്, ടെക്നോളജി ഹെഡാണ്, പണമുണ്ട്, ഇഷ്ടം പോലെ ഡിഫൻസും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റയർ യൂറോപ്പിനെ പോലും അവർക്ക് പോലും അമേരിക്ക ചലഞ്ച് ചെയ്യാനുള്ള പേടി, ഒരുമിച്ച് നിന്നിട്ട് പോലും. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ പറയുന്ന ഫെൻറ്റോയിലും ഡ്രഗും മാത്രമാണോ ഇഷ്യൂ? ഇതാണ് ചോദ്യം. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ അതല്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡിൻ്റെ റിസർവും ഗ്യാസ് റിസർവും ഉള്ള ഒരു രാജ്യമാണ് വെനസ്വേല. കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഫോറിൻ സാങ്ഷൻ, അമേരിക്കൻ സാങ്ഷൻ ആ രാജ്യത്തെ നശിപ്പിച്ചു. ആ സമയത്ത് അമേരിക്ക ഇങ്ങനെ ഷാവറോൺ ആയിരുന്നു, പല കമ്പനിയാണ്. ഷാവറോൺ ഇപ്പോഴും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരത് കാര്യമായിട്ട് കച്ചു. കാരണം സാങ്ഷൻ്റെ പേരിൽ, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയുടെ പേരിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് 2 ചൈനീസ് കമ്പനികളാണ് അവിടുന്ന് ക്രൂഡ് എടുത്തിട്ട് ഈ ഷാഡോ വെസൽസിൽ കൂടെ മറ്റു പലതും നടത്തുന്നത്. അവർ ഏറ്റവും കൂടുതൽ ചൈന ചെയ്ത് വാങ്ങുന്നത്. കാരണം ഈ വെനസ്വേലൻ ക്രൂഡ് ഞാൻ അറിഞ്ഞിടത്തോളം എൻ്റെ ഈ ക്രൂഡ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട്, കാരണം വളരെ സ്ട്രോങ് ക്രൂഡാണ്, അത് റിഫൈൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഈ ചൈനയിലും മറ്റു പല നല്ല വലിയ രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഈ വെനസ്വേലയ്ക്ക് അത്രയും പണമൊന്നുമില്ല. അപ്പോൾ ചൈനയുടെ കമ്പനികൾ അവിടെ വന്നതാണ് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നത്. ഒരു കാര്യം പറയാം, വരാനുള്ള ദിവസങ്ങളിൽ വെനസ്വേലൻ ക്രൂഡ് അത് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ക്രൂഡിൻ്റെ വില കുറയും. അത്രമാത്രം റിസർവ് ഒരു രാജ്യമാണ്. രാജ്യം മാറാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടൊരു സാമ്പത്തികമായിട്ട് ഏറ്റവും ഉയർന്ന രാജ്യമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എനർജി ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം. പിന്നെ ഡിക്റ്റേറ്റർ തന്നെയായിരുന്നു നിക്കോളാസ് മഡുറോ. അയാൾക്ക് തോന്നുന്ന രീതിയിൽ എല്ലാத்தைയും താറുമാറാക്കി ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷെ അയാൾ പോലും പ്രതീക്ഷിച്ച കാലത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന്. ആ രീതിയിലാണ് ലോകത്തിന് കൊടുക്കുന്നൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അവരെവിടെയും പോകും. അതായത് മനസ്സിലാക്കുക, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, അവരെവിടെയും പോകും. അപ്പം അവരുടെ ഇഷ്ടം അവർ നടപ്പിലാക്കിയെടുക്കും. അതിനവരാരോടും ചോദിക്കത്തില്ല. ഇത് ലോകത്തിന് കൊടുക്കുന്ന വാണിംഗ് ആണ്. അവിടുത്തെ ഒരു പ്രസിഡന്റിനെയും പ്രസിഡന്റിൻ്റെ ഭാര്യയും പൊക്കിയെടുത്തുകൊണ്ട് അവർ രാജ്യത്ത് കൊണ്ടുവന്ന് അവിടെ ട്രയൽ നടത്തുക. പിന്നെ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഫോറത്തിലൊക്കെ എന്ത് പ്രത്യേകതയുള്ളത്? ഗ്ലോബലായിട്ട് കൊടുക്കുന്നൊരു വാണിംഗ് ആണ്. അതായത് ചൈനയെ ഒതുക്കുക, ചൈനയെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ പുറകെ നടക്കുക. കാരണം അവൻ്റെ ഏറിയക്കകത്ത് അവൻ ചൈനയെ അടുപ്പിക്കത്തില്ല. അതാണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തോടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന പ്രത്യേകത ഇതാണ്. ലോകം ഞെട്ടിയിരിക്കുകയാണ്. എന്താണെന്നുള്ള അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഓരോന്നുമായിട്ട് വരാൻ പോവുകയാണ്. അതായത് ലോകത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് യൂണിപോളാർ, അമേരിക്കയാണ് ശക്തി, അവർ പറയുന്നവർ നടപ്പിലാക്കും. അതുതന്നെയാണ് ലോകത്തിൻ്റെ നിയമം. ആ നിയമം അനുസരിച്ച് മറ്റുള്ള രാജ്യങ്ങളും മുന്നോട്ട് പോകണം. ഇതാണ് അവർ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ്. എങ്ങനെയായിരിക്കും ഇന്ത്യ റിയാക്ട് ചെയ്യുന്നതിനെപ്പറ്റി അറിയത്തില്ല. ഇന്ത്യ റിയാക്ഷനൊന്നും വന്നിട്ടില്ല. ലെറ്റ്സ് സീ എന്താണ് ഫർദർ ഉണ്ടാകാൻ പോകുന്നത്.